എല്ലാവർക്കും സ്വാഗതം. 2613 പ്രാർത്ഥനയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട 3 ഉപമകൾ വിശുദ്ധ ലൂക്ക നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തേത്, നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ നമ്മെ അവിരാമമായ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരുവന് ആവശ്യമുള്ളതെന്തും സർവോപരി എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെ സ്വർഗീയ പിതാവ് നൽകും. ഇപ്പോൾ നമുക്ക് കിട്ടിയ ആ മൂന്നപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പഠിച്ചു. പ്രത്യാശിക്കാൻ യാതൊരു വകുമില്ലാതിരിക്കെ അബ്രാഹം പ്രത്യാശിച്ചു. അപ്പോൾ അത് ആ 3 അപ്പത്തിൽ ഉള്ളതാണ് ദൈവം തന്ന വലിയ. അപ്പോൾ നമ്മളെല്ലാ ദിവസവും ഇനി അതിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് പ്രാർത്ഥിക്കണം. ഇനി രണ്ടാമത്തെ, നിർബന്ധ ബുദ്ധിക്കാരിയായ വിധവ. ലൂക്ക 18 പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഒന്ന് ഊന്നി പറയുന്നു. എന്താണ്? നിരന്തരമായും. അതാണ് നമ്മൾ രാവും പകലും പ്രാർത്ഥിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. വല്ലപ്പോഴെങ്കിലും ഒരു കല്യാണത്തിന് പോകണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ആശുപത്രി ചെക്കപ്പിന് പോകണമെന്ന് വിചാരിക്കുക. നമ്മളൊരു ദിവസം സമൂഹത്തിൻ്റെ വീട്ടിലെ എല്ലാ ഇതുകളിൽ നിന്നും മാറി നിന്ന് 24 മണിക്കൂർ കർത്താവിനെ അങ്ങ് മാറ്റിവെക്കുക. അങ്ങനെ നമ്മളിലൊരു പ്രാർത്ഥനാ ലഹരി ഇങ്ങനെ തുടിക്കും. അപ്പം നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇതൊന്ന് പരിശ്രമിച്ച് നോക്കൂ. ഒരു ദിവസം ഫുൾ 24 hours നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, നിങ്ങളുടെ തന്നെ ഭവനത്തിലൊരു മുറിയിൽ അടച്ചിരുന്ന് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ഈശോയ്ക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഞാൻ ജനറലായിട്ട് പറയാം, എല്ലാവരും ചോദിക്കുക എന്താണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ പേഴ്സണൽ പ്രെയർ വിശദമായി പ്രാർത്ഥിക്കുക. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന പേഴ്സണൽ പ്രെയർ 3 മണിക്കൂർ എടുത്ത് പ്രാർത്ഥിക്കുക. കൂടുതൽ ആന്തരിക വിശുദ്ധീകരണം, പഴയ കാര്യങ്ങളെല്ലാം വിശുദ്ധീകരിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന കൂടുതൽ 1 മണിക്കൂർ എടുത്ത് പ്രാർത്ഥിക്കുക. അതിനുശേഷം പിന്നെ ആത്മാവ് നമ്മളെ നയിച്ചോളും. പിന്നെ കൂടുതൽ ശ്രവണമാണ്, ശ്രവിക്കുക. കർത്താവെ നിശബ്ദമായിട്ടിരുന്നിട്ട് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മിൽ വസിക്കുന്ന ഈശോയെ ശ്രവിക്കുക. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിൽ പുതിയ വഴിത്താരകൾ തുറക്കണം. പുതിയ വഴിത്താരകൾ വരുന്ന കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളും നമ്മുടെ സാഹചര്യങ്ങളിലുമെല്ലാം ഒരുപാട് പ്രാർത്ഥന ആവശ്യമുള്ള സാഹചര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത. അപ്പോൾ അതിൽ ആ ലൂക്ക 18 അധ്യായത്തിൻ്റെ ആദ്യ പാരഗ്രാഫിൻ്റെ അവസാനം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കാണും. എങ്കിൽ പോലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ഭൂമുഖത്ത് വിശ്വാസം കാണുമെന്ന് വിചാരിക്കുന്നുവോ? അപ്പോൾ ഇവിടെ നമ്മളോടുള്ളൊരു വെല്ലുവിളിയാണത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ പ്രത്യാശയിൽ നമ്മൾ എന്തുത്തരം പറയും? ഞാനൊരു പ്രാവശ്യം പറഞ്ഞു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് യെസ് ലോർഡ് കാണും എന്ന് നമ്മൾ ഓരോരുത്തരും പറയാൻ വേണ്ടിയാണ്. കാരണം ഇത് ഈശോയുടെ പീഡാനുഭവത്തിന് മുമ്പുള്ള കാര്യമാണ്. ഈശോ നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ച് മരിച്ച് ഉയർത്ത് നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ഈശോ ചെയ്തു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് കാണില്ല? നമ്മൾ ഉത്തരം കൊടുക്കണം. കണ്ടെത്തുമോ? കണ്ടെത്തും കർത്താവേ, ഞാനുണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ ആനന്ദിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, നീ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷ എല്ലാ ദിവസവും വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അതാണ് നമ്മളും നമ്മുടെ കുട്ടികളും എല്ലാം യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചിട്ടുണ്ടോ?
ഇന്നത്തെ യുവതലമുറകളിൽ പലർക്കുള്ള പ്രശ്നമാണ്. അതെന്തിനാ? ഇറ്റ്സ് മൈ ചോയ്സ്, എൻ്റെ ഇഷ്ടമല്ല അത്. എന്നെ നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്, യേശുവാണ് ഏകരക്ഷകൻ എന്നെല്ലാം പറഞ്ഞ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിള്ളേർ പറയണത് എന്തുകൊണ്ടാണ്? നമ്മൾ വേണ്ട മാതിരി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ്. ആ അർത്ഥത്തിലാണ് ചോദിക്കണേ, ഞാൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം ഉണ്ടാവുമോ? നമുക്കിതിന് കാണാം. ചില കുട്ടികൾ, യുവാക്കൾ പറയും, ഞാൻ അഗ്നോസ്റ്റിക്കാണ്, ഞാൻ എത്തിസ്റ്റാണ്, എനിക്ക് വിശ്വസിക്കേണ്ട, ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളും വലിയവരും എല്ലാം പറയുന്നുണ്ട് ചിലവർ. എന്തുകൊണ്ടാണ്? അവർ ഈ വിശ്വാസം യേശു ക്രിസ്തു ആണ് ഏകരക്ഷകനെന്നും യേശു ക്രിസ്തു അവർക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി ജനിച്ചു, മരിച്ചു, ഉയർത്ത്, ഇന്ന് എന്നേക്കുമായി അവരിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് അവർ സ്വീകരിക്കുന്നില്ല. അത് ആ അവസ്ഥയെ നമ്മൾ പിടിക്കണം, ആ അവസ്ഥയിൽ നമ്മൾ ജയിക്കണം. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മക്കളോട് തന്നെ പറയണം, ഈ വിശ്വാസത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച്. യേശുവാണ് നമ്മുടെ നാഥനും രക്ഷകനും. യേശുവാണ് നമ്മുടെ നാഥനും രക്ഷകനും, മറ്റാരിലും രക്ഷയില്ല. ഇത് നമ്മൾക്കെല്ലാം അറിയാമെങ്കിലും നമ്മൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് പ്രഘോഷിക്കണം. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിച്ച് ആധരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ പൂമഴ പൊഴിയാണ്. അത് നമ്മുടെ മക്കളിലെല്ലാം പ്രതിഫലിക്കണം. അവരെ കൊണ്ട് പറയിപ്പിക്കണം. അല്ലെങ്കിൽ അത് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കണം. അവർക്ക് ആ വിശ്വാസത്തിൽ ക്ലാരിറ്റി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ നടന്നു വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിനാണ് രാവും പകലും പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ രാവും പകലും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ദിവസം 1000 സംവത്സരം പോലെ എന്നുള്ള അനുഗ്രഹം നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകുമോ ഇല്ലയോ? ഹല്ലേലൂയ. അതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 18-ാം അധ്യായത്തിൻ്റെ വിശേഷത. 11-ാം അധ്യായത്തിൽ പല ഉപമകൾ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വളരെ പ്രസിദ്ധമായ ഉപമയാണ് 18-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഉപമയാണ് ഫരിസേയരും ചുങ്കക്കാരും. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ CCC 2613 പറയുന്ന ഭാഗം വായിക്കാം. 3-ാമത്, ഫരിസേയനും ചുങ്കക്കാരനും. പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ വിനയമാണ് അതിലെ പ്രതിപാദ്യം. ദൈവമേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. സഭ നിരന്തരം ഈ പ്രാർത്ഥന സ്വന്തമാക്കുന്നു. കർത്താവേ കനിയണമേ. അതാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ 500,000 സഭയിലെ 500,000 500,000 ആൾട്ടേഴ്സിൽ നിന്ന് മാർപ്പാപ്പ സഹിതം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ഭാവിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. അത് ഈ പ്രാർത്ഥനയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ഇത് ഇപ്പോൾ നമ്മൾ കേട്ടു. പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ വിനയമാണ് ഇതിലെ പ്രതിപാദ്യം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മറ്റൊരു വലിയ മനോഭാവമാണ്. അതിനെക്കുറിച്ച് 2559 പറയുന്നത് നമ്മൾ പിന്നീട് പഠിക്കാം. 2559 പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രബോധനമാണ്. അതിൽ പറയുന്നുണ്ട്, വിനയമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. അപ്പോൾ വീണ്ടും പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനത്തിൽ ഇവിടെ നമ്മൾ ഈശോ തന്നെ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കി, ലൂക്കായുടെ സുവിശേഷത്തിലാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിരവധി പ്രബോധനങ്ങൾ ഈശോ തന്നെ നൽകിയിരിക്കുന്നത്. അതിനെ ആഴമായി നമ്മൾ പഠിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒട്ടും വിരസത ഉണ്ടാവില്ല. ഇപ്പോൾ പലപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ ബ്രദറെ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോകുന്നു. പലതരത്തിലുള്ള ഇതെല്ലാം വാസ്തവമാണ്, ഇതെല്ലാം സംഭവിക്കാം.
അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ള ഒരു മരുന്ന് ഇതാണ്. നിങ്ങൾ ഈശോയുടെ വചനം കുറച്ച് വായിക്കുക. അപ്പോൾ ഉറങ്ങിപ്പോകുന്നല്ലേ. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ ആദ്യം കുറച്ച് സമയം ഞാൻ പ്രത്യേകം പറയാറുള്ളത് യോഹന്നാൻ 14-ാം അധ്യായമാണ്. കാരണം യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ ഒരു ഗുണം ഈശോയുടെ അന്ത്യത്താഴ വിരുന്നിന് ശേഷമുള്ള അവസാന വാക്കുകളും ത്രിത്വൈക ദൈവത്തെക്കുറിച്ചുള്ള സാരാംശവും മുഴുവനും വളരെ വ്യക്തമായിട്ട് പറയുന്ന 5 പാരഗ്രാഫുകളാണത്. അത് സാവധാനം വായിക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മളിൽ ജ്വലനമുണ്ടാകും. അപ്പോൾ പ്രാർത്ഥിക്കാൻ വിരസത വരുമ്പോൾ നമ്മൾ സുവിശേഷം ഈശോ പറഞ്ഞ വാക്കുകൾ എടുക്കുക. ഈശോ പറഞ്ഞ വാക്കുകൾ, അതാണ് വീണ്ടും പഴയ നിയമത്തിലെ വചനങ്ങളല്ല, ഈശോ പറഞ്ഞ വാക്കുകൾ. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിക്കുമെന്ന് വിചാരിക്കരുത്. അത് വളരെ പ്രധാനമുള്ളതാണ്. നമ്മൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. ആരാണത്? ഈശോ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ, ഈശോ ആണ്. ആ ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് തന്നെ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ഇത് വളരെ വലിയൊരു രഹസ്യമാണ്. നമ്മൾ ഒരുപക്ഷെ എത്ര പറഞ്ഞാലും സ്ട്രൈക്ക് ആകില്ല പലർക്കും. അത് മനസ്സിലാവുന്നില്ല. എന്താ വ്യത്യാസം? എല്ലാം ദൈവവചനമല്ലേ? എല്ലാം ദൈവവചനമാണ്. എന്നാൽ ഈശോ മനുഷ്യനായി അവതരിച്ച് നമ്മളടുത്ത് വന്ന് നമ്മോട് നേരിട്ട് പറയുകയാണ്. തോമസ് പോലെ നമ്മൾ ഓരോരുത്തരോട് നേരിട്ട് പറയുന്നതാണ് ഈശോയുടെ വചനം, സുവിശേഷം. അത് മറ്റു വചനം പോലെ അല്ല. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് പ്രാർത്ഥന ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ സവിശേഷത. അത് ദൈവവചനം തന്നെയാണ്, ഈശോയാകുന്ന വചനമാണ്. ഈശോയാകുന്ന വചനം എവിടെ നിന്ന് ഉത്ഭവിച്ചു? പിതാവിൽ നിന്ന് ഉത്ഭവിച്ചു. ഈശോ ആകുന്ന വചനം എന്നു മുതൽ ഉത്ഭവിച്ചു? ഈശോ ജനിച്ചപ്പോഴല്ല ഉത്ഭവിക്കുന്നത്. അതാണ് അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. ആ വചനം ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നതും ആ വചനത്തിലൂടെ ലോകം സുസ്ഥാപിതമായതുമായ പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ട ആ വചനമാകുന്ന ഈശോ ഇപ്പോൾ മനുഷ്യനായി അവതരിച്ചു, നമുക്ക് വേണ്ടി പീഡ സഹിച്ചു, മരിച്ചു, ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയി വീണ്ടും പിതാവിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. ആ വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. വീണ്ടും പറഞ്ഞാലും ഇതെത്ര പറഞ്ഞാലും ദൈവത്തിന് വലിയ സന്തോഷമാണ്. ഇത്രയും പറഞ്ഞതിലൂടെ വലിയ രഹസ്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സ്വർഗം മുഴുവനും സന്തോഷിക്കുന്ന ഒരു രഹസ്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ രഹസ്യമാണ് ഇവിടെ ഈശോ തന്നെ പ്രതിപാദിക്കുന്നത്. ചിലർ പറയാറുണ്ട്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. എവിടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്? ആര് പറഞ്ഞു ബൈബിളിൽ പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല? ഇതിപ്പോൾ ഇവിടെ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നു. ചുങ്കക്കാരനാണ്ട് പ്രാർത്ഥനയല്ലേ കേട്ടത്. അപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല. എവിടെയാണ് പറഞ്ഞേക്കണേ? യോഹന്നാൻ 9:21. യോഹന്നാൻ 9:21 ഫരിസേയർ ആ കാഴ്ച കിട്ടിയ കുരുടനോട് പറയുകയാണ്. ഫരിസേയർ പറഞ്ഞതാണത്. നിനക്ക് ആരാ കാഴ്ച തന്നെ? 9:21. അവൻ്റെ മാതാപിതാക്കന്മാർ പറഞ്ഞു, അവൻ ഞങ്ങളുടെ മകനാണ്, അവൻ അന്ധനായി ജനിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ അവൻ എങ്ങനെ കാണുന്നുവെന്നും അവൻ്റെ കണ്ണുകൾ ആര് തുറന്നുവെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് അവനോട് തന്നെ ചോദിക്കുവിൻ. അവന് പ്രായമായല്ലോ, തന്നെക്കുറിച്ച് അവൻ തന്നെ പറയും. അവൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞത് യഹൂദരെ ഭിന്നത ഭയന്നിട്ടാണ്. കാരണം യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ മാതാപിതാക്കൾ അവന് പ്രായമായല്ലോ, അവനോട്
തന്നെ ചോദിക്കൂ എന്ന് പറഞ്ഞത്. അന്ധനായിരുന്ന അവൻ യഹൂദർ വീണ്ടും വിളിച്ചു അവനോട് പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, അവൻ പാപിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു. അവൻ ചോദിച്ചു, അവൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? എങ്ങനെയാണ് അവൻ നിൻ്റെ കണ്ണുകൾ തുറന്നത്? അവൻ മറുപടി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളും അവൻ്റെ ശിഷ്യരാകാൻ ഇച്ഛിക്കുന്നുവോ? അവനെ ശകാരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നീയാണ് അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ദൈവം മോശയോട് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവൻ മറുപടി പറഞ്ഞു, ഇത് വിചിത്രമായിരിക്കുന്നു. ഞാൻ എവിടെ നിന്നാണെന്ന് നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ അവൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കയില്ലെന്ന് നമുക്കറിയാം. 31 കേട്ടോ, ഞാൻ 21 ഓർത്തുകൊണ്ട് അത്ര വായിച്ചത്, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ അസ്ഥാനത്താണ് അത് കോട്ട് ചെയ്യണത്. ഇതാര് പറഞ്ഞു? ഈശോ പറഞ്ഞിട്ടില്ല. ഫരിസേയർ ഈശോയെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞ വചനമാണ്. യേശുവിനെ പാപിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട്, എങ്ങനെയാണ് യേശു നിൻ്റെ കണ്ണ് തുറന്നത്? അവനൊരു പാപിയല്ലേ, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുമെന്നു. എല്ലാവരും പാപിയല്ലേ? നമ്മൾ ആരാ പാപിയല്ലാത്തത്? അപ്പോൾ അവരെ തന്നെ നീതിമാന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് യേശുവിനെ പോലും പാപിയായിട്ട് കണക്കാക്കുന്ന അവസ്ഥയിലാണത് പറഞ്ഞതെന്ന് ഓർക്കണം. പലപ്പോഴും പലരും അതാണ് ഈ ബൈബിളിൽ നിന്നുള്ള ഏതെങ്കിലും വചനം ഉദ്ധരിച്ചാൽ പോരാ. പുതിയ നിയമത്തിൽ തന്നെ ഇങ്ങനെ ഒരു രസം ബൈബിൾ പറയണു, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കില്ല. ബൈബിളിൽ ആര് പറയണു? അതാണ്. അപ്പം ഇവിടെ ഫരിസേയരും ചുങ്കക്കാരും എന്നുള്ള ഇതിൽ നമുക്ക് കാണാം, ഞങ്ങൾ നീതിമാന്മാരാണ്, തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. അതാണ് ഫരിസേയരും, ഞങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങളെല്ലാം നിയമവും പരിപാലിക്കുന്നു, ഇവരൊക്കെ പാപികൾ, ഇവർ നിയമമൊന്നും പരിപാലിക്കും, ഇവരൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല, ഇവരൊന്നും. അങ്ങനത്തെ ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഒന്ന് മനസ്സിലാക്കണം, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതാണ് തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരിസേയനും മറ്റേയാൾ ചുങ്കക്കാരൻ. കണ്ടോ, ചുങ്കക്കാരൻ എന്ന് പറഞ്ഞാൽ അവനൊരു വിശ്വാസിയല്ല, അവനൊരു പാപിയാണ്. അവൻ ചിലപ്പോൾ യഹൂദനുമല്ല. ഫരിസേയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ഇതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കുറേ പറയുന്നുണ്ടാവും തന്നെക്കുറിച്ച് തന്നെ, പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു വിലയുമില്ല എന്നാണ് ഈശോ പറയുന്നത്. ആ ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന്, അതായത് ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകെ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട്, കണ്ടോ, ഇതാണ് നമ്മൾ കുർബാനയിൽ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറയണത്. മാറത്തടിച്ചുകൊണ്ട്, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ ഒരു പുരോഹിതനല്ല, ഒരു ഫരിസേയനല്ല, ഒരു നീതിമാനല്ല, ഒരു ചുങ്കക്കാരൻ, പാപി. കണ്ടോ, പാപിയുടെ പ്രാർത്ഥന കേൾക്കോ? ഞാൻ നിങ്ങളോട് പറയുന്നു,
അവൻ ആ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഇത് ബൈബിളിലെ തങ്കം പോലെയുള്ള ഒരു വചനമാണ്. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും വലിയ നെറ്റിപ്പട്ടങ്ങളും അങ്കികളും എല്ലാം അണിഞ്ഞ്, എന്നാൽ അവർ മറ്റുള്ളവരെ പുച്ഛിക്കുകയും ഉണ്ടോ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സമൂഹത്തിലുള്ള വലിയ ഒരു അവസ്ഥ. നമ്മൾ വാട്സപ്പ് പോസ്റ്റുകൾ നോക്കൂ, യൂട്യൂബ് വീഡിയോകൾ നോക്കൂ, ഹെഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്തോ ഒരു കത്തോലിക്കരായ മനുഷ്യർ തന്നെ മറ്റുള്ളവരെ കീറി മുറിച്ച് അവരുടെ ദൂഷ്യവശങ്ങളെ എല്ലാം പരിശോധിച്ചറിഞ്ഞ് പലതും. ഇത് ഞാനതൊന്നും നോക്കാറില്ല, ഞാനതിനെ അനുമാനിക്കുകയാണ്. ആ ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാവും. ചില ചാനലുകൾ നമുക്ക് കാണാം, നമ്മളിപ്പോൾ അവരുടെ പേരൊന്നും ഇവിടെ ഈ വിശുദ്ധ പ്രഘോഷണത്തിൽ പറയണ്ട, പക്ഷെ ആശയം നോക്കൂ. ചാനൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, അതിനെ വികസിപ്പിക്കുക, അത് കണ്ടെത്താൻ വേണ്ടി പലതും ചെയ്യുക, അത് കണ്ടെത്താൻ വേണ്ടി അവരുടെ ഫോൺ ടാപ്പ് ചെയ്യുക, അവരുടെ വീഡിയോ പിടിക്കുക, അവരുടെ സീക്രട്ട് കാര്യങ്ങൾ വരെ എടുത്തുകൊണ്ട് അവരേതാണ്ട് ആ സീക്രസി പുറത്താക്കിയത് വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ തിന്മയാണ്, വലിയ തിന്മയാണ്. നമുക്കാർക്കും മറ്റൊരാളെ വിധിക്കാനോ അവരുടെ തിന്മയെ പുറത്ത് പറയാനോ യാതൊരു അധികാരം തന്നിട്ടില്ല. ഈശോ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പോലും മറ്റൊരാളെ വിധിക്കാൻ ഞാനും നിങ്ങളെ വിധിക്കുന്നില്ല എന്ന് പറയും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഏറ്റവും വലിയ വീക്ക്നെസ് അതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാളെ വിധിച്ചുകൊണ്ട്, നമ്മൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അയ്യോ അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്ത്, അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മളും അവരുമായിട്ട് അകലത്തിലായി. എന്നാൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കണ്ടോ പ്രാർത്ഥന ആരംഭിക്കുന്നത്, അവരെല്ലാം ഞങ്ങളിൽ ഉൾപ്പെടുന്നു. അവരേത് ജാതി മതസ്ഥരായാലും, അവരെത്ര ഭീകരവാദികളായാലും, അവരെന്തെല്ലാം അക്രമങ്ങൾ ചെയ്തിട്ടുള്ളവരായാലും, ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുന്നവനാണ് ദൈവം എന്ന് വിശ്വസിക്കണം. മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗത്തിൽ 7-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത് നമുക്കറിയാം. നിങ്ങൾ മറ്റൊരാളെ വിധിക്കുമ്പോൾ നിങ്ങളും ആ വിധിയാൽ തന്നെ വിധിക്കപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിന് പകരം നമ്മൾ ഒരു പ്രതികൂല സാഹചര്യത്തിലേക്ക് പോകുന്നു. വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഫരിസേയ മനോഭാവം എന്ന് പറയുന്നത് അതാണ്, മറ്റൊരാളെ തെറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മാധ്യമ കൾച്ചറിൽ ഒരുപാട് നല്ല മാധ്യമങ്ങളുണ്ട്, ഒരുപാട് നല്ല വീഡിയോകളും നല്ല വാട്സപ്പൊക്കെ ഇറക്കുന്നുണ്ടാകാം. എന്നാൽ വളരെ പേര് അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വേദന വരികയാണ്. സ്നേഹമില്ലാത്ത മുഴങ്ങുന്ന ചേങ്ങലയും ചിലമ്പുന്ന കൈത്താളവും നമുക്ക് ശരിക്കും മനസ്സിലാവും. വലിയ കാര്യമാണ് പറയുന്നത്, പക്ഷെ ആ പറയുന്ന ശബ്ദത്തിൽ തന്നെ അതിൻ്റെ അഭിഷേകമില്ല. ആ ശബ്ദത്തിൽ തന്നെ മനസ്സിലായി അവർ വലിയ കാര്യത്തിന് ശബ്ദമുണ്ടാക്കി പറയണം. കണ്ടോ, മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടില്ലേ? മാർപ്പാപ്പ
പറഞ്ഞിരിക്കുന്നത് വളരെ വിനീതമായും സ്നേഹത്തോടെയും പറഞ്ഞിരിക്കുന്നതിനെ പൊടിപ്പും തൊങ്ങലും എല്ലാം കൂട്ടിവെച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഗലാത്യ ലേഖനത്തെക്കുറിച്ചുള്ള മാർപ്പാപ്പയുടെ പഠന പരമ്പര മലയാളത്തിലും ഇംഗ്ലീഷിലും ഞാൻ വറ്റിക്കാൻ വെബ്സൈറ്റിൽ നിന്നുണ്ടാക്കിയത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. നിങ്ങളതെല്ലാവരും കേൾക്കണം, അതെല്ലാവരും കേൾക്കണം. ആ പരമ്പര എല്ലാ ആഴ്ചയിലും ഞാൻ ചെയ്യും, എല്ലാ ആഴ്ചയിലും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധന പരമ്പരയാണ്. നമുക്ക് മാർപ്പാപ്പയിൽ നിന്ന് തന്നെ ആ പൗലോസ്ലീഹായുടെ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാന പരമ്പര പഠിക്കാൻ പറ്റുന്നത് വളരെ മനോഹരമാണ്. അപ്പം ഇതെല്ലാം ഇന്ന് വറ്റിക്കാൻ സൈറ്റിൽ തന്നെ മലയാളത്തിൽ ഉണ്ട്. അതിൽ നിന്നും കേട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് വീഡിയോകൾ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആരെയും വിമർശിക്കുന്നില്ല, എന്നാൽ മാർപ്പാപ്പയ്ക്ക് ചില കാര്യങ്ങൾ തിരുത്താനും ചില കാര്യങ്ങളെ നമ്മളെ തിരുത്താനുള്ള അധികാരമുണ്ട്. ആ അർത്ഥത്തിലാണ് മാർപ്പാപ്പ അത് പറയണത്. അതും പ്രബോധനത്തിൻ്റെ അല്ലെങ്കിൽ ആ ലെറ്ററിൻ്റെ ആ ലേഖനത്തിൻ്റെ വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സമയം പോയി. നിങ്ങൾ നീതിമാന്മാരെന്നുള്ള ധാരണയിൽ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ബോധ്യം നമുക്കുണ്ടാകാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ ലത്തീൻ കുർബാന ക്രമത്തിൽ ഈ ഫരിസയൻ്റെ ഈ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് അവിടെ മോഡലായിട്ട് എടുത്തിരിക്കുന്നത്. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, കർത്താവേ കനിയണമേ, പാപിയായ എൻ്റെ മേൽ. അപ്പോൾ നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. നമ്മൾ കർത്താവിനെ ഏറ്റുപറയുന്നു, വിശ്വാസ പ്രമാണം കർത്താവിനെ ഏറ്റുപറയുന്നു, അങ്ങ് ദൈവമാണ്. അതോടൊപ്പം നമ്മൾ ഏറ്റുപറയണം, ഞാനോ ദൈവമകനാണ്, എങ്കിലും ഞാനിപ്പോഴും എന്നിൽ പാപങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ വിനീതരാകുക, അതാണ് പറയുന്നത്. 2559 പറഞ്ഞാൽ അത് പൂർത്തിയാവുള്ളൂ. 2559 പറയുന്നത് പ്രാർത്ഥന ദൈവത്തിൻ്റെ ദാനം. നമ്മൾ പഠിച്ചതാണ്, ഒരു റൗണ്ട് വായിച്ചു പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആരംഭത്തിലെ ഖണ്ഡിക നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതിനെ വിശദീകരിക്കുന്നില്ല. മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന, അതാണ്. അഥവാ ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനയാണത്. പക്ഷേ നാം പ്രാർത്ഥിക്കുമ്പോൾ നാം സംസാരിക്കുന്നത് നമ്മുടെ അഹന്തയുടെയും തന്നിഷ്ടത്തിൻ്റെയും ഔന്നത്യത്തിൽ നിന്നാണോ, അതോ വിനീതവും അനുതാപപൂർണവുമായ ഹൃദയത്തിൻ്റെ അഗാധതലങ്ങളിൽ നിന്നാണോ? അതാണ് അഗാധത്തിൽ നിന്ന്. ആ സങ്കീർത്തനം 131 അവിടെ പറയുന്നത്. നമ്മളിന്നും മരിച്ചവരുടെ കുർബാനയ്ക്കെല്ലാം പാടുന്നതാണ്. അഗാധത്തിൽ നിന്ന് ആ വരിയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ഇപ്പോൾ നമ്മൾ കേട്ട വചനമാണത്, ലൂക്കാ 18. വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. റോമാക്കാർക്ക് ഇതിലെ 8:26. എളിമയാണ് പ്രാർത്ഥനയാകുന്ന സൗജന്യ ധ്യാനം സ്വീകരിക്കാൻ വേണ്ട മനോഭാവം. വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ. എളിമയാണ് പ്രാർത്ഥനയാകുന്ന സൗജന്യ ദാനം സ്വീകരിക്കാൻ വേണ്ട മനോഭാവം. മനുഷ്യർ ദൈവത്തിൻ്റെ മുമ്പിൽ ഭിക്ഷുവാണ്. വിശുദ്ധ അഗസ്തീനോസ് കാറ്റക്കിസത്തിൻ്റെ അകത്ത് ഓരോ പാരഗ്രാഫിൻ്റെ അകത്ത് ഒരു 5 മൂലങ്ങളിൽ നിന്നുള്ളതാണ്. 5 മൂലങ്ങൾ. ഒരു സഭാപിതാവിൽ നിന്ന്, അതുപോലെ തന്നെ ഒരു വിശുദ്ധനിൽ നിന്ന്, സഭയുടെ ഡോക്ടറിനിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന്, പുതിയ നിയമത്തിൽ നിന്ന്, ഇങ്ങനെ 5. കണ്ടോ ഇവിടെ നോക്കിയേ. ആദ്യത്തേത് വിശുദ്ധ
കൊച്ചു ത്രേസ്യ പറയുന്നതാണ്. പിന്നെ സഭാപിതാവായ ജോൺ ഡെമാസ്യൻ പറയുന്നതാണ്. പിന്നെ സങ്കീർത്തനം 110 നിന്നുള്ളതാണ്, അഗാധത്തിൽ നിന്ന്. പിന്നെ ലൂക്ക 18 നിന്ന്, റോമർ 8:26, വിശുദ്ധ അഗസ്തീനോസ്. ഇങ്ങനെ 6 ഉദ്ധരണികളാണ് ഈ ഒരു പാരഗ്രാഫ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഉദ്ധരണികളെ വികസിപ്പിച്ചാൽ മതി. ക്ലാസ്സിൻ്റെ കറക്റ്റ് നോട്ടാണത്. അങ്ങനെ നമ്മൾ പഠിക്കണം. ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ വിളിച്ചു. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ ഭാഗത്തിൽ നിന്ന് ഈ ഒരു പാരഗ്രാഫ് എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിന് താഴെയുള്ള ഉദ്ധരണികളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വായിക്കുക. അത് നമ്മൾ പ്രഘോഷിക്കുക. 546 ഖണ്ഡികയും കൂടി പറയുമ്പോൾ ഈ 2613 കംപ്ലീറ്റ് ആവും. 546 ഖണ്ഡികയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 ഉപമകൾ എന്ന് പറഞ്ഞപ്പോഴാണ് 546 റെഫർ ചെയ്തിരിക്കുന്നത്. 546 സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധന ശൈലിയെ വിവരിക്കുന്ന ഭാഗമാണ്. സ്വർഗരാജ്യം ഈശോ പഠിപ്പിച്ചത് മുഴുവനും ഉപമകളിലൂടെയാണ്. ഇത് നമ്മൾ പിന്നീട് വിശദീകരിച്ച് പഠിക്കേണ്ടതാണ് നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ. അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. വളരെ വിശദീകരണം ആവശ്യമുള്ള ഒന്നാണ്, എന്നാൽ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനൊന്ന് വായിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഉപമകളിലൂടെ യേശു ആഹ്വാനം ചെയ്യുന്നു. അവിടുത്തെ പ്രബോധനത്തിൻ്റെ മുഖമുദ്രയാണ് ഉപമകൾ. അവയിലൂടെ രാജ്യത്തിൻ്റെ വിരുന്നിലേക്ക് അവിടുന്ന് ജനങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ അടിസ്ഥാനപരമായ ഒരു തെരഞ്ഞെടുപ്പും അവിടുന്ന് ആവശ്യപ്പെടുന്നു. സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതിന് എല്ലാം ദാനം ചെയ്യണം. വാക്കുകൾ മാത്രം പോരാ, പ്രവൃത്തികൾ വേണം. മനുഷ്യന് ഉപമകൾ കണ്ണാടികൾ പോലെയാണ്. വചനത്തെ സംബന്ധിച്ച് അവൻ നല്ല ഭൂമിയാണോ അതോ കഠിനമായ മണ്ണാണോ? ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയാണത്. തനിക്ക് ലഭിച്ച താലന്തുകൾ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? താലന്തിൻ്റെ ഉപമയാണ് ഇവിടെ പറയുന്നത്. യേശുവും ഈ ലോകത്തിലെ രാജ്യത്തിൻ്റെ സാന്നിധ്യവും അവിടുത്തെ ഉപമകളുടെ എല്ലാം കേന്ദ്രത്തിൽ നിഗൂഢമായി നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നതിന് നാം രാജ്യത്തിൽ പ്രവേശിക്കണം. അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യരാകണം. പുറത്ത് നിൽക്കുന്നവർക്ക് എല്ലാം ദുർഗ്രഹവും നിഗൂഢവുമാണ്. അപ്പോൾ ഇത് വളരെയധികം വിശദീകരണമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കഥേനാവടയായിൽ അങ്ങയുടെ രാജ്യമരണ എന്ന് പഠിക്കുന്നിടത്ത് നമ്മളിതിനെക്കുറിച്ചെല്ലാം പഠിക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. രാജ്യത്തിൽ പ്രവേശിക്കുക എന്നെല്ലാം പറയണതിൻ്റെ അർത്ഥം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്. നമ്മളങ്ങനെ 2613 ഖണ്ഡിക ഇന്ന് തീർത്തു. പ്രൈസ് ദി ലോർഡ്. വരുവിൻ, നമുക്ക് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയുടെ വലിയ രഹസ്യങ്ങൾ ഈ 2613 ഒരിക്കലും മറക്കില്ല. 2613 നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനമായിട്ട് എളിമയാണ് പ്രാർത്ഥനയുടെ അടിത്തറ. നീതിമാനെന്ന് വിശേഷിപ്പിച്ച ഫരിസേയൻ്റെ പ്രാർത്ഥനയും, എന്നാൽ ഞാൻ പാപിയാണേ എന്നോട് കരുണയായിരിക്കണേ എന്ന് പറഞ്ഞ ആ പാപിയുടെ പ്രാർത്ഥന, ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന എന്നപോലെ നമ്മുടെ ഹൃദയം നുറുങ്ങിയ ഹൃദയമാണ് സ്വീകാര്യമായ ബലി എന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നമ്മളുടെ ഹൃദയം അങ്ങനെ നമ്മളെക്കുറിച്ച്, നമ്മളിലുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ തന്നെത്താൻ താഴ്ത്തപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം.